നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷിക്ക് ധനസഹായം, പശു വളർത്തലിൽ പരിശീലനം, കുരുമുളക് ഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നു. വാർത്തകൾ വിശദമായി. സംസ്ഥാന കൃഷിവകുപ്പിന്റെ കീഴിൽ നഗരപ്രദേശങ്ങളിൽ പച്ചക്കറി കൃഷി വ്യാപിക്കുന്നതിന്റെയും മാലിന്യ സംസ്കരണം, ജലസേചന നടപടികൾ എന്നിവ നടപ്പിലാക്കുന്നതിന്റെയും ഭാഗമായി കൃഷിവകുപ്പ് വിപുലമായ പദ്ധതികൾ നടപ്പിലാക്കുന്നു. നഗരപ്രദേശങ്ങളിൽ ഓരോ വീടിനും പച്ചക്കറി തൈകൾ നട്ടുപിടിപ്പിച്ച 25 ഗ്രോ ബാഗുകൾ 75% സബ്സിഡി നിരക്കിൽ നൽകും. കൂടാതെ നിലവിൽ ഗ്രോ ബാഗുകളിൽ കൃഷി നടത്തുന്ന വ്യക്തികൾക്ക് 200 രൂപ നിരക്കിൽ പരിപാലന ചെലവ് കൃഷിവകുപ്പ് നൽകും. നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് കമ്പോസ്റ്റ് യൂണിറ്റ് നിർമ്മാണത്തിന് യൂണിറ്റ് 1-ന് 2500 രൂപ നിരക്കിൽ സബ്സിഡിയും, കണിക ജലസേചനം നടപ്പിലാക്കാൻ യൂണിറ്റ് 1-ന് 2000 രൂപ വരെ സബ്സിഡിയും ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുകളുമായി ബന്ധപ്പെടുക. തിരുവനന്തപുരം ബാലരാമപുരം കട്ടച്ചൽ കുഴിയിൽ പ്രവർത്തിക്കുന്ന തെങ്ങു ഗവേഷണ കേന്ദ്രത്തിൽ ടി&ഡി, കേരശ്രീ, കേരസംഘര എന്നീ തെങ്ങിൻ തൈകളും നാടൻ രീതിയിൽ തയ്യാറാക്കിയ തേങ്ങാ ചമ്മന്തിപ്പൊടി, തീയൽക്കൂട്ട്, കുരുമുളക്, മഞ്ഞൾപ്പൊടി എന്നിവയും ലഭ്യമാണ്. കൂടാതെ നാടൻ കോഴിമുട്ട, പശുവിൻ പാൽ എന്നിവയും വിൽപ്പനയ്ക്ക് തയ്യാറാണ്. വിശദവിവരങ്ങൾക്ക് 0471 24000621. മൃഗസംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മലമ്പുഴ ITIക്ക് സമീപമുള്ള മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ നാളെ മുതൽ 21-ാം തീയതി വരെ പശു വളർത്തലിൽ 3 ദിവസത്തെ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 8281777080. റബ്ബറിന്റെ രോഗകീട നിയന്ത്രണ മാർഗ്ഗങ്ങളെക്കുറിച്ച് ഒരു ദിവസത്തെ പരിശീലനം സംഘടിപ്പിക്കുന്നു. ഈ മാസം 21-ാം തീയതി കോട്ടയം റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ് പരിശീലനം. 500 രൂപയാണ് പരിശീലന ഫീസ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 0481 2351313. പന്നിയൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കർഷകർക്കിടയിൽ ഗുണമേന്മയുള്ള കുരുമുളക് ഇനങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് കുരുമുളക് ഗ്രാമം പദ്ധതി നടപ്പാക്കുന്നു. തെരഞ്ഞെടുത്ത കർഷകർക്ക് അത്യുൽപാദന ശേഷിയുള്ള നടീൽ വസ്തുക്കൾ നൽകുകയും നാഗപ്പതി ഉൾപ്പെടെയുള്ള മാർഗ്ഗങ്ങളിലൂടെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഫോൺ 0460 222 6087. സംസ്ഥാന കൃഷിവകുപ്പിന്റെ കീഴിൽ ചിറയൻകീഴ് സ്റ്റേറ്റ് സീഡ് ഫാമിൽ നേന്ത്രൻ, ക്വിന്റൽ എന്നീ ഇനങ്ങളിൽപ്പെട്ട ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ ലഭ്യമാണ്. കൂടാതെ പച്ചക്കറി വിത്തുകൾ, അസോള എന്നിവയും വിൽപ്പനയ്ക്ക് തയ്യാറാണ്. വിശദവിവരങ്ങൾക്ക് 0470 2644291, മറ്റൊരു നമ്പർ 9446330879. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 13,700 രൂപ, കോഴിക്കോട് 15,200 രൂപ, തൃശൂർ 13,700 രൂപ, കൊപ്ര കൊച്ചി 9,180 രൂപ, കോഴിക്കോട് 9,900 രൂപ, തൃശൂർ 9,175 രൂപ. കുരുമുളക് അൺഗാർബിൾ 48,600 രൂപ, കുരുമുളക് ഗാർബിൾ 50,600 രൂപ. ചുക്ക് മീഡിയം 9,500 രൂപ, ചുക്ക് ബെസ്റ്റ് 11,500 രൂപ, മഞ്ഞൾ സേലം 8,000 രൂപ, ഈറോഡ് 8,500 രൂപ, അടയ്ക്ക പഴയത് 20,000 രൂപ. കൊച്ചി റബ്ബർ RSS 5-ാം ഗ്രേഡ് 13,500 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 13,800 രൂപ, കോട്ടയം റബ്ബർ RSS 5-ാം ഗ്രേഡ് 13,500 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 13,800 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 13,700 രൂപ, കൊപ്ര 9,180 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,200 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,500 രൂപ, കുരുമുളക് അൺഗാർബിൾ 48,600 രൂപ, കുരുമുളക് ഗാർബിൾ 50,600 രൂപ. ചുക്ക് മീഡിയം 9,500 രൂപ, ചുക്ക് ബെസ്റ്റ് 11,500 രൂപ, മഞ്ഞൾ നാടൻ 11,500 രൂപ, അടയ്ക്ക പുതിയത് 18,000-നും 19,000-നും മധ്യേ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 125-നും 150-നും മധ്യേ, ജാതിക്ക തൊണ്ടില്ലാത്തത് 250-നും 280-നും മധ്യേ, ജാതിപത്രി 300-നും 500-നും മധ്യേ. ഗ്രാമ്പു 700 രൂപ. റബ്ബർ RSS 5-ാം ഗ്രേഡ് 13,500 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 13,800 രൂപ, ഒട്ടുപാൽ 9,800 രൂപ, ലാറ്റക്സ് 9,000 രൂപ. കമ്പോളാവലോകനം. ഉത്തരേന്ത്യയിൽ നിന്ന് കുരുമുളകിന് അന്വേഷണങ്ങൾ ചുരുങ്ങിയ വേളയിൽ കാർഷിക മേഖലയിൽ നിന്ന് ഉൽപ്പന്നം വിൽപ്പനയ്ക്കെത്തിയത് വിലയെ ബാധിച്ചു. നിരക്ക് താഴ്ന്ന ശേഷം സംഭരണം ശക്തമാക്കാമെന്ന നിലപാടിലാണ് വാങ്ങലുകാർ. കൊച്ചിയിൽ ഇന്ന് 200 രൂപ താഴ്ന്ന് 48,600 രൂപയിലാണ് അൺഗാർബിൾഡ് മുളകിന്റെ വിപണനം തുടങ്ങിയത്. വിദേശ ജാതിക്ക വരവ് മുന്നിൽ കണ്ട് ഔഷധ നിർമ്മാതാക്കളും കറിമസാല വ്യവസായികളും ചരക്ക് ശേഖരിക്കാതെ വിപണിയുടെ ചലനങ്ങൾ വിലയിരുത്തുകയാണ്. സീസൺ ആയതിനാൽ മധ്യ കേരളത്തിലെ ചെറുകിട വിപണികളിൽ പുതിയ ജാതിക്ക കൂടുതലായി വിൽപ്പനയ്ക്ക് ഇറങ്ങുന്നുണ്ട്.
പാമോയിൽ വില ഉയർന്നത് വെളിച്ചെണ്ണയ്ക്ക് നേട്ടമായി. തമിഴ്നാട്ടിലെ വൻകിട മില്ലുകാർ കുറഞ്ഞ അളവിലാണ് വെളിച്ചെണ്ണ വിൽപ്പനയ്ക്കിറക്കിയത്. ചരക്ക് നീക്കം നിയന്ത്രിച്ചാൽ വിപണി ചൂടുപിടിക്കുമെന്ന പ്രതീക്ഷയിലാണവർ. ഏലക്ക വില 3 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ. ഇടുക്കിയിൽ നടന്ന ലേലത്തിൽ ചരക്ക് സംഭരിക്കാൻ കയറ്റുമതിക്കാർക്കൊപ്പം ആഭ്യന്തര വ്യാപാരികളും ഉത്സാഹിച്ചു. മികച്ച ഇനം ഏലക്ക കിലോഗ്രാമിന് 1385 രൂപ. റബ്ബർ വിപണിയിലെ വിലക്കയറ്റം തുടരുന്നു. ടയർ വ്യവസായികൾ 4ാം ഗ്രേഡ് കിലോ 138 രൂപയ്ക്ക് സംഭരിച്ചു. റബ്ബർ അവധി നിരക്കുകളും ഉയർന്നു. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33 ഡിഗ്രി സെൽഷ്യസ് 23.5, കൊച്ചി 31.4 23.8, ആലപ്പുഴ 32.4 26.6, പുനലൂർ 32.5 22.5, തിരുവനന്തപുരം 31.5 25.9 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.